ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജയറാമേട്ടൻ നായകനായിട്ട് വരുന്ന ചിത്രം അഞ്ചാം പാതിര എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം, അതെ, എബ്രഹാം ഓസ്ലർ. അപ്പം എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ചിത്രം കണ്ടു. ഈ പൊങ്കൽ പ്രമാണിച്ച് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് വന്നിരുന്നു. ചിത്രം കണ്ടിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോ ഷാ. മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഏറ്റവും മനോഹരമായ ഒരു ത്രില്ലർ ചിത്രം സമ്മാനിച്ച സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. വർഷങ്ങൾക്ക് ശേഷം ജയറാമേട്ടൻ തിരിച്ചു വരുന്ന, മലയാളത്തിൽ നായകനായിട്ട് തിരിച്ചു വരുന്ന ഒരു ചിത്രം. മമ്മൂക്ക സിനിമയിലുണ്ട് ഇല്ല എന്നുള്ള റൂമറുകളെല്ലാം പരത്തി, അതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി വന്ന ഒരു ചിത്രമാണ് എബ്രഹാം ഓസ്ലർ. ഒരു സൈക്കോളജിക്കൽ മെഡിക്കൽ ക്രൈം ത്രില്ലറാണ് ശരിക്കും പറഞ്ഞ ഈ ചിത്രം. ഒരുപാട് റാൻഡമായിട്ട് കുറച്ച് കൊലപാതകങ്ങൾ നടക്കുകയും അത് അന്വേഷിക്കാൻ വരുന്ന എബ്രഹാം ഓസ്ലറും തുടർന്ന് അവർ ആരാണ് കൊലയാളി എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഫ്ലാഷ് ബാക്കുകളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു ടെയിലെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു തന്നത്. എന്തുകൊണ്ട് ആവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ കണ്ടുവന്ന ത്രില്ലർ ചിത്രങ്ങളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യല്ല, എന്നാൽ കൂടി അഞ്ചാം പാതിര എന്ന് പറയുന്ന അദ്ദേഹം മിഥുൻ മാനുവൽ തോമസ് തന്നെ ചെയ്തു വെച്ച അഞ്ചാം പാതിര എന്ന് പറയുന്ന ചിത്രത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചിത്രം ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അഞ്ചാം പാതിരയ്ക്കൊരു ഒരു പാറ്റേൺ, ഒരു സോൾ ഉണ്ടായിരുന്നു. നമ്മൾ സിനിമ കാണുന്ന നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് അടുത്ത് സംഭവിക്കുന്നത്, അടുത്ത് എന്ത് നടക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അതേ സാധനം ഇവിടെ ഒരാകാംക്ഷ ഉണ്ടാക്കിയില്ല എന്നിൽ. ഒരു സംഭവം നടക്കുമ്പോൾ അറിയാം ഈ അടുത്ത് ഇന്ന നടക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലായിട്ട് വരുന്ന എല്ലാ ത്രില്ലർ ചിത്രങ്ങളിലും കാണുന്ന അതേ ഫോർമാറ്റ്, അതേ രീതി, അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റവും വന്നിട്ടില്ല. റാൻഡമായിട്ടുണ്ടാകുന്നു, ഓരോ കൊലപാതകം നടക്കുന്നു, അത് അന്വേഷിച്ച് വരുന്നു, പെട്ടെന്ന് ഓരോരോ മിസ്റ്ററികൾ സോൾവ് ചെയ്ത് അങ്ങനെ സോൾവ് ചെയ്ത്. അപ്പോൾ അതിലൊക്കെ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. ചില സിനിമകളിലൊക്കെ, ഇപ്പം പോർതൊഴിൽ എന്ന് പറയുന്ന സിനിമ തമിഴിൽ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം. ആ സിനിമയും ഏകദേശം ഇതേ പാറ്റേണൊക്കെ തന്നെ. പക്ഷേ ആ സിനിമയിൽ ഓരോ കാര്യങ്ങൾ റിവീൽ ആകുന്ന സമയത്ത് നമുക്കൊരു കിക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കിക്ക് ഇവിടെ ഇല്ല. പെട്ടെന്ന് സ്കിപ്പായി ഓരോരോ കാര്യങ്ങൾ പോകുന്നില്ല. ഫസ്റ്റ് ഹാഫൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് അങ്ങ് ചാടി പോകുന്ന പോലെയാണ് തോന്നിയത്. ഇൻ്റർവൽ പഞ്ചൊന്നും അത്ര ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും എന്നിൽ ഉണ്ടാക്കാനൊന്നും സാധിച്ചില്ല. ഇതെൻ്റെ ഒപ്പീനിയനാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫീൽ തന്നില്ല. മിഥുൻ മാനുവൽ തോമസിൻ്റെ മുമ്പത്തെ ചിത്രമായ അഞ്ചാം പാതിര കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു കിക്ക് ഇവിടെ എനിക്ക് 1% പോലും കിട്ടിയിട്ടില്ല. കിട്ടി, അതെവിടെയാണെന്ന് ഞാൻ പറയാം. അത് പോസിറ്റീവ് സെക്ഷനിൽ ഞാൻ പറയാം. അപ്പോൾ എനിക്കിത് ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ടാണ് തോന്നിയത്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ കഥാപാത്രമായി എബ്രഹാം ഓസ്ലർ അവതരിപ്പിച്ചിരിക്കുന്ന ജയറാമേട്ടനാണ്. അതുകൂടാതെ അനശ്വര രാജന്, സെന്തിൽ കൃഷ്ണ, അനൂപ് മേനോന്, മമ്മൂക്ക, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അങ്ങനെ തുടങ്ങിയൊരു വലിയൊരു കാസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട പേരുകളെന്ന് പറയുന്നത്, ഒന്ന് ജയറാമേട്ടൻ്റെ പെർഫോമൻസ്, 2 അനശ്വര രാജൻ്റെ പെർഫോമൻസ്. ഇവരൊക്കെയാണ് എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ കാര്യം ഞാൻ വരാം. ആദ്യം ജയറാമേട്ടനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജയറാമേട്ടനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചിത്രത്തിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു ഏജ്ഡ് കഥാപാത്രത്തിനാണ് ഇതിനകത്ത് അവർക്ക് വേണ്ടത്. ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ജയറാമേട്ടൻ ബോഡി വൈസാണ്, ബോഡി ലാംഗ്വേജ് കൊണ്ടായിട്ടും ആ ഒരു അപ്പിയറൻസ് കൊണ്ടും പക്ക ഫിറ്റായിരുന്നു. പടത്തിൽ ആ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് ജയറാമേട്ടൻ പൊളിയായിരുന്നു, അതിലൊരു സംശയമില്ല. കാരണം ബോഡി ലാംഗ്വേജ് കൊണ്ടാട്ടെ, ആരൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയത്തില്ല, ഒരു നടപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രായത്തിനെ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് പെർഫോം ചെയ്തത്. അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇമ്പ്രഷൻ തന്നെ. അതുപോലെ തന്നെ അനശ്വര രാജൻ കിട്ടിയ ഒരു പോർഷൻ വളരെ നന്നായിട്ട് തന്നെ, മനോഹരമായിട്ട്, നല്ലൊരു ക്യൂട്ടായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വെച്ചിട്ട് കയറി വരികയാണ്. ഇപ്പം നേരം എന്ന് പറയുന്ന ചിത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതാ ഇവിടെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് ചിത്രത്തിന് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നു. കാരണം ഒരു എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്താണ് വന്നത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും അതൊരു കിക്ക് തരുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അതിൽ തിയേറ്റർ ഒന്ന് കുലുങ്ങും, ആ ഒരു രീതിയിലാണ് അതിനെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്താണ് ആ കഥാപാത്രം എന്നൊന്നും ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, അല്ലെങ്കിൽ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറയേണ്ട ആവശ്യമില്ല മമ്മൂക്ക എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം.
നമുക്കറിയാവുന്ന കേസാണ്. ഒരുപാട് ത്രില്ലർ ചിത്രങ്ങൾ കാണുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ അറിയുന്നതുകൊണ്ടാവാം ഇത്തരത്തിൽ ഈ പാറ്റേണിൽ വരുന്ന ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് വളരെയധികം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രെഡിക്റ്റബിലിറ്റിയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനവും ഈ ചിത്രത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്കിതൊരു ആവറേജ് അനുഭവം മാത്രമായിട്ട് തോന്നിയത്. മമ്മൂക്ക വന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു ആവറേജ് അനുഭവത്തിലെങ്കിലും എന്നെ പിടിച്ചിരുത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ അതുമില്ല എന്നുള്ളൊരവസ്ഥ തന്നെ. മമ്മൂക്ക വന്ന ഇപ്പം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെ കുറച്ച് കാണിക്കുകയല്ല, മമ്മൂക്കയ്ക്ക് ഒന്നും ചെയ്യാൻ ഈ പടത്തിലില്ല. പിന്നെ മമ്മൂക്ക വന്നത് അതൊരു പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അത്രയും വലിയൊരു സ്റ്റാർ ആയിട്ടിരിക്കുന്ന ആൾ വളരെ ചെറിയൊരു റോളിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ അപ്പിയറൻസിൽ ഇതിൻ്റെ അകത്ത് വരിക, ഒരു ചെറിയ റോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതൊരു മാറ്റത്തിൻ്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ എന്നെ ഇമ്പ്രസ് ചെയ്തു. അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ആ കഥാപാത്രത്തിനൊന്നും ചെയ്യാനില്ല. ഓവറോൾ നോക്കുമ്പോൾ പടത്തിലൊന്നുമില്ല. നമ്മളെ ഒരു ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സീനാകട്ടെ അല്ലെങ്കിൽ നമുക്കൊരു കിക്ക് തരുന്നൊരു സാധനമാകട്ടെ അതൊന്നും എനിക്കുണ്ടാക്കിയില്ല. പക്ഷേ അർജുൻ അശോകൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പേരിൻ്റെ അകത്ത് അർജുൻ അശോകൻ്റെ പേര് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അർജുൻ അശോകനുണ്ട് ഈ ചിത്രത്തിൽ. വളരെ ചെറിയൊരു റോളാണ്. സിനിമ തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കുട്ടി സെക്ഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റേ ഉള്ളൂ. ഒരു കുട്ടി സെക്ഷനിൽ ജയറാമേട്ടനും അർജുൻ അശോകനും കൂടി ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ 2 മിനിറ്റിൽ കിട്ടിയ കിക്കുണ്ടല്ലോ ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ തരാൻ പറ്റിയിട്ടില്ല. ആ 2 മിനിറ്റിൽ തൂക്കിയെടുത്ത് പടം. അത്ര സൂപ്പർ ഒരു സാധനം ക്ലൈമാക്സ് അല്ല, അത് ഏറ്റവും ലാസ്റ്റ് 2 മിനിറ്റ് കിട്ടി. അത് ഗംഭീരമായിരുന്നു. ആ കിട്ടിയ ഫീൽ ഈ സിനിമയ്ക്ക് മൊത്തം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ ഒരു സങ്കടം. മിഥുൻ മാനുവലിനെ ഞാൻ ഒരിക്കലും കുറച്ച് പറയുന്നതല്ല, അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി തോൽവിയിൽ നിന്നാണ് തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് വിജയത്തിൻ്റെ കൊടുമുടി കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളി നല്ലൊരു ചിത്രമായിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ചിലപ്പോൾ 6-ാം പാതിര ആയിരിക്കാം അതിനൊരു തെളിവ്. അപ്പം ചിത്രം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്നതാണ്. തൊട്ടടുത്ത തിയേറ്ററിലെല്ലാം ചിത്രമുണ്ട്. എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് തന്നത്. എൻ്റെ അഭിപ്രായം നോക്കണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജയറാമേട്ടൻ്റെ ആ തിരിച്ചുവരവ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് പോയി കാണാവുന്നതാണ്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.